എനിക്ക് താങ്ക്സ് പറയേണ്ട പ്രവീൺ ചേട്ടനാണ്. എമ്മും ബിയും പറയാൻ ഇത്രയും വലിയ എല്ലാവർക്കും നമസ്കാരം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു 2-4 പേര് ചേർന്നിട്ട് നടത്തുന്ന ഒരു ഷോ ഒന്നും അല്ല. അതൊരു വൺ സെറ്റപ്പാണ്. മില്യൺ കണക്കിന് ഡോളേഴ്സ് റിട്ടേൺ വരുന്ന വൺ സെറ്റപ്പാണ്. കോടീശ്വരുടെ ഒരു സെറ്റപ്പാണ് ഈ സാധനം. അല്ലാണ്ട് 2-4 പേരിരുന്ന് 2 മൈക്കും 4 സ്റ്റാൻഡും വെച്ച് നടത്തുന്ന ഒരു പരിപാടിയല്ല. വൺ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആൻഡ് വൺ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പരിപാടിയിൽ ലക്ഷം കണക്കിൽ അല്ലെങ്കിൽ 10, 25,000, 50,000 പേര് ക്യൂ കിടക്കും ഇതിൻ്റെ അകത്ത് ഒരു സീസണിൽ കയറാൻ വേണ്ടിയിട്ട്. അത്രയും കഷ്ടപ്പെടും. എന്തിന്? റോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഷോയ്ക്കകത്ത് കയറിയത്. അത്രയും കഷ്ടപ്പാടും അത്രയും വെപ്രാളത്തിൽ കയറുന്ന ഒരു ഷോയാണ്. ആൾക്കാർ ക്യൂ കിടക്കുക ഇങ്ങനത്തെ ഒരു ഷോയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ഷോയിൽ എന്നെ ഒരാൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കയറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഡൈജസ്റ്റീവ്. സാധാരണ രീതിയിൽ എന്നെപ്പോലെ ചിന്തിക്കുമ്പോൾ അത് ഒരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കുമ്പോൾ ഡൈജസ്റ്റീവ് അല്ല. കാരണം ഇത്രയും ക്യൂ കിടക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഒരാൾ നിർബന്ധിച്ച് കയറ്റും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ദുൽഖറിനെയോ മമ്മൂട്ടിയൊക്കെയാണ് വന്ന് കയറിയതെങ്കിൽ പറയാം, അവരെ നിർബന്ധിച്ച് കയറ്റിയതായിരിക്കും, അവർ പറഞ്ഞിട്ടായിരിക്കില്ല വന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ഈ ആരും അറിയാത്ത ഒരു ശോഭയെ പോലത്തെ ഉള്ള ഒരാൾ ഈ പറയുന്ന പോലെ ബിഗ് ബോസിലോട്ട് നിർബന്ധിപ്പിച്ച് കയറ്റിയെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഡൈജസ്റ്റീവ്. അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നുന്നതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. എന്തായാലും എനിക്കത് ഡൈജസ്റ്റീവായിട്ട് തോന്നുന്നില്ല. ഒട്ടും ഡൈജസ്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ശോഭയുടെ പഴയൊരു ആ ടൈമിലുള്ള ഒരു ഇന്റർവ്യൂ വീഡിയോ കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് എല്ലാവരും ആരോടും പറയാതെ ആണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത്. ബിക്കോസ് ലാസ്റ്റ് ഇയർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയില്ല. എനിക്ക് താങ്ക്സ് പറയേണ്ട പ്രവീൺ ചേട്ടനാണ്. ഏഷ്യാനെറ്റിന്റെ പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു എന്തായാലും വരുന്നിടത്ത് വെച്ച് കണ്ടു. ഓക്കെ, അപ്പോൾ ശോഭയെ നിർബന്ധിച്ച് ശോഭ കയറി പറ്റൂ, ശോഭ കയറണം, ശോഭ കയറണം എന്ന് പറഞ്ഞ് ശോഭയെ നിർബന്ധിപ്പിച്ച് ഈ പറയുന്നു ബിഗ് ബോസിലോട്ട് കയറ്റി എന്നാണ്. ഏതോ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ആരാണ് ഈ പ്രവീൺ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏതോ ഒരു പ്രവീണാണ് ശോഭയെ നിർബന്ധിപ്പിച്ച് ബിഗ് ബോസിലോട്ട് കയറ്റി എന്ന് പറയുന്നത്. ഈ ബിഗ് ബോസ് എന്ന ഷോ ഒരുപാട് പേരെ വിളിക്കാറുണ്ട്. താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. അതിൽ ആൾക്കാർ വിളിക്കാറുണ്ട്. കാരണം ആ ലൈം ലൈറ്റിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവരെ അവർ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ ബിഗ് ബോസിൽ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ അറിവിൽ എനിക്കതറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും കോൺട്രവേഴ്സി ഇഷ്യൂസും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ലൈം ലൈറ്റിൽ ഭയങ്കരമായിട്ട് സെറ്റപ്പായിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ പറഞ്ഞ യൂട്യൂബോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കുന്നവരെ വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ശോഭ എന്ന് പറയുന്ന ഒരാളെ അറിയുന്നത് ഈ ബിഗ് ബോസ് എന്ന ഷോ വഴിയാണ് ഞാൻ ശോഭയെ അറിയുന്നത്. എനിക്ക് അതിന് മുമ്പ് അറിയത്തില്ല. എന്തോ വലിയ ഓൺട്രപ്രണർ എന്നാണ് മറ്റേ കൈത്തറിയുടെ സംഭവമൊക്കെ ആണെന്നൊക്കെ അന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ ട്രിവാൻഡ്രത്തുള്ളയാണെന്ന് കൂടി അന്നാണ് ഞാൻ അറിയുന്നത്. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ശോഭയെ അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസോ അത്രയും ഒരു സംഭവം കോൺട്രവേഴ്സിയിലൊന്നും പെട്ടതല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ നിർബന്ധിപ്പിച്ച് കയറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഏതോ ഒരു പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണ് നിർബന്ധിപ്പിച്ച് കയറ്റിയതെന്ന് ശോഭ പറയുന്നുണ്ട്. ഞാൻ വേറെ ഒരു കട്ട് കൊടുക്കാം. ഷാലു പേട് പറയുന്ന കട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നു. ഈ 2 സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യണ 10,500 സ്റ്റാഫ് വേറെയും കാണും. അപ്പോൾ അവരെയൊക്കെ എല്ലാവരും നമ്മളെ സംശയത്തിൻ്റെ മുൾമുനത്. ഒരു എമ്മും പിയും പറയാൻ ഇത്രയും വലിയ പേടിയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ. ഒരു എമ്മും ഒരു പിയും. ഏതായി പി, ഏതായി എം? ചിന്തിക്കൂ. കമന്റ് ബിലോ ഗൈസ്. ഷാലുപേട് പറയുന്നു. ഷാലുപേടിൻ്റെ അന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. കാണാത്ത ഷാലുപേടിൻ്റെ ചാനലുണ്ട്, എൻ്റെ പ്രീവിയസ് വീഡിയോയിലും ഉണ്ട്. അപ്പോൾ ഷാലുപേട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു എമ്മും പിയുമാണ്. ആ 2 പേര്, അതായത് മാരാറ് പറഞ്ഞ ആ 2 പേരുടെ ആദ്യ അക്ഷരമാണ് ഈ പറഞ്ഞ ഷാലുപേട് പറയുന്നത്. ഒരു എമ്മും ഒരു പി. ഏതായി എമ്മും ഏതായി പി എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണക്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നു ഇല്ലേ. മാരാറെന്ന് പറയുന്നുണ്ടെന്ന് ഏതോ 2 പേരാണ്. മാരാറ് വലിയ അലിഗേഷനും കാര്യങ്ങളും വെച്ചെങ്കിൽ ആ പേര് പറഞ്ഞില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതോ 2 പേര് നിയമപരമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇനി മാരാറ് നീങ്ങാൻ നോക്കുന്നത്. എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ് വരട്ടെ, നമുക്കത് നോക്കാം. വരും ദിവസങ്ങളിൽ നമ്മളത് വിടത്തില്ലല്ലോ. എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു അന്ത്യം കണ്ടിട്ട് അടങ്ങത്തുള്ളൂ. അപ്പോൾ ഏതോ ഒരു 2 പേര്. അങ്ങനെ ഇരിക്കുകയാണ് ഷാലു പേയുടെ മുന്നോട്ട് വന്ന് പറയുന്നു, ഒരു എമ്മും പിയും പറയാൻ ഇത്ര പേടിയോ എന്നുള്ള രീതിയിൽ.
എന്നാലും ശാലുബയുടെ എം ബി ആരെന്ന് പറയുന്നില്ല. അത് ശാലുബേടിനൊക്കെ പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത്രയും ആലിഗേഷനും ആ ഒരു ഇഷ്യൂസൊക്കെ കൊണ്ടുവന്നത് മാരാറാണ്. അപ്പം മാരാറിനെ പറയട്ടെ എന്നായിരിക്കും ശാലുബേടും വിചാരിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കൊണ്ടോട്ടെ, എന്തായാലും ഒരു എം ബിയും പറയുന്നു ഇത്ര പേടിയോ എന്ന് പറഞ്ഞുകൊണ്ട് ശാലുബേട്. അങ്ങനെ ഇരിക്കുകയാണ് എല്ലാം കൂടി കലങ്ങി തെളിഞ്ഞ് ശോഭയ്ക്ക് 30,000 രൂപയും മാരാറിന് 10,000 രൂപയും. കോൺട്രവേഴ്സി സമയത്ത് കത്തി നിന്നത് കാരണമാണ് മാരാർ ഈ ബിഗ് ബോസിൽ പോയത്. അങ്ങനെയുള്ള മാരാറിന് 10,000 രൂപയും ശോഭയ്ക്ക് 30,000 രൂപയും. ഒന്നാ കിടക്കണം അമ്മച്ചിയുടെ മാവും കലം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പും കലങ്ങി തെളിഞ്ഞ്. ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ് ശോഭയുടെ പഴയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം കട്ട് കുത്തിപ്പൊങ്ങി വരുന്നത്. എന്നെ ഒരാൾ നിർബന്ധിപ്പിച്ചാണ് ബിഗ് ബോസിലോട്ട് വിട്ടത്, കയറ്റി വിട്ടത്. മീൻസ് എന്നെ നിർബന്ധിച്ച്, ഞാൻ വേണ്ട എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഗൈസ്. അങ്ങനെ പിന്നെ 30,000 രൂപ, മാരാറിന് 10,000 രൂപ, മാരാറിനേക്കാളും 20,000 രൂപ കൂടുതൽ കൊടുത്ത് എന്നെ അങ്ങോട്ട് തള്ളി കയറ്റി വിട്ടു. ഇനി എന്താണെന്നാ നിങ്ങൾ കണക്ട് ചെയ്ത് വായിച്ചു, എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ശോഭയുടെ ആ ഇൻ്റർവ്യൂ ക്ലിപ്പിൽ ശോഭ എന്നാ പറയുന്നത്, ഏതോ ഒരു പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണ് തള്ളിവിട്ടത്. ഇപ്പം അതും ഈ പറയുന്ന ശാലുബയോട് പറഞ്ഞ 2 വ്യക്തികൾ, ഒരു എമ്മും പിയും കണക്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിയിൽ ഒരുപാട് പേരുകളുണ്ട്, ഏത് പി ആണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും അറിയില്ല. പിന്നെ നമ്മുടെ ചില കാൽക്കുലേഷൻസും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എവിടേക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമുക്കും തോന്നി. എന്തായാലും സാവുമോൻ ഇന്നലെ വലിയൊരു സംഭവം പറയുന്നുണ്ടായിരുന്നു ആ ന്യൂസ് ചർച്ചയിൽ. ഇത്രയും മില്യൺ കണക്കിന് ഡോളർ വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോ ഇങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടി ചെയ്യുമോ? അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു ചീപ്പ് പരിപാടി ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. അത് ശരി തന്നെയാണ്. പക്ഷെ എല്ലായിടത്തും കാണും ഈ ഡൊമക്സിലെ കീടാണുകൾ പോലെ 1-2 ജാകാതെ. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് 1-2 ചീഞ്ഞ സ്വഭാവങ്ങൾ കാണിക്കും. മനസ്സിലായോ? എല്ലായിടത്തും കാണും, അത് ഏത് ഫീൽഡിലായാലും. ഒരിക്കലും ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരിക്കലും നമ്മൾ ആ ഷോയെ കുറ്റം പറയാൻ പാടില്ല, ആ ഷോയുടെ എല്ലാ ആൾക്കാരെയും കുറ്റം പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. കാരണം എല്ലായിടത്തും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഏതാണ് ഈ 2 വ്യക്തികൾ? ആ 2 വ്യക്തികളെയാണ് തൂക്കേണ്ടത്. തൂക്കിയിട്ടും ആ 2 വ്യക്തികൾക്ക് ഈ പറയുന്ന പരിപാടി സെറ്റപ്പുകളെല്ലാം ചെയ്ത് നൽകിയതും കൂടെ സ്ലീപ്പിംഗ് പണിയതും ഒക്കെ ആയിട്ടുള്ളതിനെ തൂക്കുക, വലിച്ചു കീറുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന സ്ത്രീകളെ സൊസൈറ്റിയിലോട്ട് വലിച്ചു കീറണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ അറിയണ്ട, അവർക്ക് നാണക്കേട്, അവർക്ക് നാളെ ഒരു ജീവിതമുണ്ട്, നാളെ ഒരു ജീവിതത്തിൽ അവർ ഈ പറയുന്നത് പോലെ നന്നായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ്, ഒരുപാട് പേരുടെ സംസാരത്തിൽ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ ഒരു പരിപാടി ഒരാണാണ് ചെയ്യുന്നതെങ്കിൽ വാട്ടവർ ആയിക്കൊണ്ട് പോട്ടെ, ഈ പറയുന്ന പോലെ പൈസയും പണവും പ്രതാപവും ഒന്നുമില്ലാത്തൊരു പയ്യനാണ് ചെയ്യുന്നതെങ്കിൽ അവനെ സൊസൈറ്റി എങ്ങനെ ഏറ്റെടുക്കും? അവനെ വലിച്ച് കീറത്തില്ലേ? ഞാൻ അത്രേ ആലോചിക്കുള്ളൂ. ഇവിടെ ഇക്വാളിറ്റി വേണമെന്ന് പറയാറുണ്ടല്ലോ. ഈ പറയുന്ന സാധനം എല്ലാ കാര്യത്തിലും വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ആൺപെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി വേണമെങ്കിൽ ഈ കാര്യത്തിലും വേണം മക്കളെ. അത്രേ ഞാനും പറയുന്നുള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. എൻ്റെ പുരോഗമന ചിന്താഗതിക്ക് ഈ ലെവലില്ല, ഇത്രേ ചിന്തിക്കുന്നുള്ളൂ ഞാൻ. എന്തായാലും എമ്മും ബിയും എന്തൊക്കെയോ കൂടെ ഒക്കെ കണക്റ്റ് ആവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. നമുക്കിതൊന്നും വിടാൻ പറ്റത്തില്ല മക്കളെ. ഓക്കെ.